എല്ലാം മതിപ്പ് വിലയാണ്, നല്ല കിലോ വിലയൊന്നുമില്ല. ഇപ്പോൾ ഫാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കിലോയ്ക്ക് 450 രൂപയാണ്. ആടിന് കിലോ ഏകദേശം എത്ര ഉണ്ടാവും? 12 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയെങ്കിൽ നിങ്ങളെ എടുത്തിട്ടില്ല. എടുക്കുന്ന ആളോടെ ചോദിക്കാം. ആടിന്റെ തലയെങ്ങനെ കുടുങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് അതിൻ്റെ ധൈര്യം വേണം ആട് വളർത്തലാണെങ്കിൽ. ഗൈസ്, നമ്മൾ അറേഞ്ച് എത്തിയിരിക്കുകയാണ്. പോട്ടെ ഇന്നത്തെ തീറ്റ ഞാൻ ഉണ്ടായിരുന്നു. ഒന്ന് പോടാൻ സംഭവം വേണം. നമ്മൾ ആടുകളെല്ലാം എത്തിയിരിക്കുകയാണ്. ഇനി ഇത്രേ ഉള്ളൂ, അതിനുണ്ടോ? വീഡിയോയിൽ കൂടെ നമ്മൾ പറയാൻ പോണ ആട് വളർത്തൽ ലാഭമാണ് നഷ്ടമാണ്, അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, ചിലവ്, ഇതെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് നോക്കുന്നത്. അല്ല, അവിടെ ഒരു ഒറ്റ വീഡിയോ ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് 2 വീഡിയോ ആയിട്ട് ചെയ്ത് തീർക്കാനാണ് പറ്റുമെങ്കിൽ 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. പക്ഷേ നമ്മൾ ആടില്ല, ആടുകളെല്ലാം മേയ്ക്കാൻ പോയിരിക്കും. ഇനി അവഞ്ചേഴ്സ് വരണം, എന്നിട്ട് വേണം വീഡിയോ എടുക്കാം. 3 മാത്രം കൊണ്ടുപോയില്ലേ? 2 ഇല്ലല്ലോ. ഒരെണ്ണം എന്തി ഇന്നലെ കൊണ്ടുപോയ ഉമ്മാരെ കൊണ്ടുപോകാത്ത എന്ത് കൊച്ചുങ്ങളായുണ്ടോ? ആട് കൃഷി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ നല്ല സമ്പന്നമായ വല്ലവരും പെരടമൊക്കെ വേണം. അത് കാണുന്ന വീടാണ് കേട്ടോ. വീട് ഇവിടെ നോയ്സിൻ്റെ പ്രശ്നമുണ്ട്, കാരണം തോട് പോകുന്നുണ്ട് വീടിൻ്റെ ഇതിൽ. അപ്പോൾ ഒരു നോയ്സിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെരടം ഉണ്ടെങ്കിൽ മാത്രമേ ആട് വളർത്തലിനെ കുറിച്ച് ചിന്തിക്കാവൂ. എൻ്റെ കേസ് പറഞ്ഞാൽ ആട് അത്യാവശ്യം നല്ല തീറ്റ എടുക്കും. നമ്മൾ വിചാരിക്കും അറുത്തുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ പശുവിനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, വൈക്കോലെങ്കിലും കൊടുക്കാം. പക്ഷെ ആടിനതൊന്നും നടക്കില്ല. അപ്പോൾ വെട്ടിക്കൊണ്ട് കൊടുക്കുമ്പോൾ നടക്കില്ല. നമുക്ക് മേച്ച് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. മഴ ഇപ്പോൾ തന്നെ ആടിന് ഇറക്കിയിട്ടൊന്ന് 7 ദിവസമായി. മഴയായിരുന്നു. ഇന്നാണ് ഒന്ന് വെയിൽ കാണുന്നത്. ഗൈസ്, നമ്മൾ അറേഞ്ച് എത്തിയിരിക്കുകയാണ്. പോട്ടെ ഇന്നത്തെ തീറ്റ ഞാൻ ഉണ്ടായിരുന്നു. ഒന്ന് പോടാൻ സംഭവം വെള്ളം കുടിക്കാൻ പോവുകയാണ് ആശാന്മാരെല്ലാം. വാ ബാക്കി എല്ലാവരും വരട്ടെ. നമുക്ക് അങ്ങ് വരുന്നേ ഉള്ളൂ. എന്താ ഓരോ വാല് കാണുന്നുണ്ട്, എല്ലാം വരുന്നതേ ഉള്ളൂ. വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. നമ്മൾ ആടുകളെല്ലാം എത്തിയിരിക്കുകയാണ്. ഇനി ഇത്രേ ഉള്ളൂ, അതിനുണ്ടോ? പോയി വെള്ളം കുടിക്കാം. എങ്ങനെയുണ്ടമ്മ? വെയിലില്ലാന്നല്ലേ, മഴയായിരുന്നില്ല. എല്ലാം പ്രശ്നമാണോ? ഇടി ഇറങ്ങിയാണെന്ന് പാലടിക്കുന്ന ഇടി ഇപ്പൊ കൊണ്ടുപിടി. ഇപ്പൊ എത്ര ആടുണ്ട് നമ്മളതിൽ? അറിയാൻ വയ്യാടെ. ഏകദേശം ഇപ്പൊ എത്ര ഉണ്ടായിട്ടുണ്ടോ? 10 ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഈ ആട് വളർത്തൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭം തന്നെ. ഏകദേശം നമ്മൾ ആ വീട് ഇപ്പം നമ്മൾ പൂച്ചത് അങ്ങനെ ഏകദേശം ആടിനെ വിറ്റ പൈസ തന്നെ ഇല്ലേ? ഏകദേശം എത്ര ഉണ്ടാവും? 12 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയെങ്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അല്ല ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗർഭിണി ഉണ്ടോ? ഒരുത്തിയാ? അതായത് അപ്പുറത്ത് ഇത് ഗർഭിണിയാണോ? വയറിങ്ങനെ ഇരിക്കുന്നു. വെള്ളമാണോ? ഒരാൾ ആട് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 2 ആടെങ്കിലും വളർത്തിയാലും നമുക്ക് നോക്കാം അല്ലേ? ഇതിനകത്ത് 2 കുട്ടികളെ മേടിക്കുക, വളർത്തുക. അപ്പം അതിൻ്റെ ഇതെന്താണെന്ന് അറിയാമല്ലോ. കൂട്ടിയടയ്ക്കാണല്ലേ? എത്ര മാസമാണ് പ്രസവ സമയം? 6 മാസമാണോ? ഈ പ്രസവ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ? അത് എന്തേലും മുലക്കാമ്പുല പാല് വരും. അതല്ല, പ്രസവിക്കാൻ ആട് പെട്ടെന്ന് പ്രസവമാണോ പാടാണ്? ഒരു പ്രസവം എടുക്കുന്നത് എങ്ങനെയാണ്? പ്രസവിക്കാൻ നമ്മളെടുക്കും. എങ്ങനെയാണ് എടുക്കുന്നത്? അത് നമ്മള് നമ്മള് സാധാരണ കുട്ടിയെ വലിച്ചല്ലേ എടുക്കുന്നത്. വന്ന് പ്രസവിച്ചെടുക്കുമ്പോ നമ്മള് വലിച്ചെടുക്കും. അഥവാ കുട്ടിയുടെ തല എങ്ങനെ കുടുങ്ങി അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ? അത് അതേപറ്റി എനിക്ക് അറിയത്തില്ല, നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തിട്ടില്ല, എടുക്കുന്ന ആളോടെ ചോദിക്കാം. ആടിന്റെ തല എങ്ങനെ കുടുങ്ങി എന്ത് ചെയ്യും? അതായത് അതിന്റെ ധൈര്യം വേണം ആട് വളർത്തലാണെങ്കിൽ. ആണ്ടിരിക്കുന്ന ധൈര്യം ഇല്ലാതെ പേടിച്ച് ആട് വളർത്തലാണ്. ആടുകളാ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഇപ്പം എല്ലാം ഞാൻ കാണും. ആട് പ്രസവം കാണുമ്പോഴേ അവിടെ ഒരാൾക്ക് പേടിയാണ്. അയ്യോ, ആട് കൃഷി നല്ല ലാഭമാണ്, പക്ഷെ അതുപോലെ നല്ല പാടുമാണ്. കാരണം അറിയാമല്ലോ, ഞാൻ തന്നെ പറഞ്ഞില്ലേ,
അപ്പം ഈ നിൽക്കുന്നതിൽ തന്നെ എത്രയോ എണ്ണം പ്രസവ സമയത്ത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരാറുണ്ട്. നമ്മൾ അതിനൊക്കെ നോക്കണം. പിന്നെ എങ്ങനെ പറയാം, ഇതിനൊക്കെ ആശാനൊക്കെ നോക്കുന്ന ഇത് പറഞ്ഞു നമുക്ക് 6 മാസം നമ്മൾ കണക്ക് കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കിട്ടും. ഇതിപ്പോൾ ഈറ്റായി എത്ര തടിപ്പിച്ചത് എല്ലാം നമുക്ക് വേണം, അല്ലെങ്കിൽ കിട്ടും. കാരണം ആശാന നമ്മൾ പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇത് പ്രസവം വരുന്നതെന്ന്. നമ്മുടെ സാധാരണ ഹ്യൂമൻ്റെ ഇത് തന്നെ ഡെലിവറി കണക്കാണ്, നമുക്കൊരു കണക്ക് കൂട്ടൽ വേണം. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ അമ്മയൊക്കെ ആട്ടുകൂട്ടിലാണ് വന്ന് കിടക്കുന്നത് അതിൻ്റെ പ്രസവ സമയത്ത്. LED മണ്ട് ആട്ടുകൂട്ടിലാണ് വന്ന് കിടക്കുന്നത്. സുന്ദരി ചിലപ്പോൾ ഇന്നായിരിക്കും നമ്മൾ വിചാരിക്കും ഇന്ന് പ്രസവിക്കും, പക്ഷെ പ്രസവിക്കില്ല. അപ്പോൾ ഒരു മൂടുണ്ടാവില്ല, ഒന്ന് നാളെ പ്രസവിക്കും. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കണക്ക് തന്നെ പാടാണ്. ചില സമയത്ത് കുട്ടിയൊക്കെ തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാണ് നമുക്ക്. തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈയിട്ട് വേണം എടുക്കുക. അപ്പം അതിനുള്ള മനക്കെട്ടി വേണം എപ്പോഴും ആട് വളർത്തൽ. പിന്നെ ഈ ദിവസം പാവങ്ങളാണ് ഉണ്ടാകുന്നോളൂ. നമ്മൾ ആ സൗണ്ട് കേട്ട കരിയും ഇതൊക്കെ ഉണ്ട്. നല്ല സ്നേഹമുള്ള ആളുകളാണ്. ആട്ടിനെ വിൽക്കാനും വേണം ഒരു കഴിവ്. കാരണം ആടിനെ മേടിക്കാൻ വരുന്നവർ പറയുന്നത് ആട്ടിന് വില ഉണ്ടാവില്ല എന്നാണ് എപ്പോഴും അവർ പറയുന്നത്. അപ്പം ആട്ടിനെ വിൽക്കാനും നമുക്കൊരു കഴിവ് വേണം എപ്പോഴും. ഒരാൾ വന്നിരിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപ തുടങ്ങും ഒരാട്ടിനാണെങ്കിൽ? ഇപ്പൊ ഒരു നമുക്ക് 10,000 രൂപയാണ് കിട്ടാവുള്ളൂ. നമ്മൾ എത്ര തുടങ്ങും? 10 രൂപയ്ക്ക് മുകളിലോട്ട് തുടങ്ങും. ഒരു 20 പിടിക്കൂല്ലേ? 20 പിടിക്കും. അപ്പൊ അവര് 10 രൂപ അവൻ 5 രൂപ തുടങ്ങും. അവൻ 5 രൂപ തുടങ്ങി നമ്മൾ 20 രൂപ തുടങ്ങും. അത് ഒരു കണക്കിൽ അവര് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. നമുക്കൊരു കണക്കുണ്ട്, അത് അനുസരിച്ച് കൊടുക്കും. എല്ലാം മതിപ്പ് വിലയാണ്, നല്ല കിലോ വിലയൊന്നുമില്ല. ഇപ്പോൾ ഫാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കിലോയ്ക്ക് 450 രൂപയാണ്. ആടിന് കിലോയ്ക്ക് 450, ഇറച്ചിക്കൊക്കെ ആടിന് കിലോയ്ക്ക് 450 രൂപയാണ് തൂക്കി തരും. ഒരാട് കൊണ്ട് ഇവിടെ 10 കിലോ ഉള്ള ആട് 4,500 രൂപ മേടിച്ചാൽ കഴിഞ്ഞാൽ ലാഭം. കൊണ്ടുപോയി വെട്ടുമ്പോഴും നമുക്കറിയാം ഒന്നും കാണില്ല. ഈ കൂട് നിറച്ച ആടുണ്ടായിരുന്നതാണ്. ഇപ്പം പെരുന്നാളല്ലായിരുന്നോ? ഇപ്പോൾ പെരുന്നാളായപ്പോൾ എല്ലാവരെയും നിറച്ചതാണ്. ഹലോ, എല്ലാവരും പോയി തീറ്റയൊക്കെ കഴിച്ചിട്ട് വന്ന് എൻ്റെ ക്ഷീണത്തിൽ ഇരിക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം 4 മാസം പ്രായം. ബാക്കിയെല്ലാം സൈസ് അനുസരിച്ച് നോക്കിയാൽ എല്ലാം ഓരോ മാസം ഇളയതാണ്. ഏറ്റവും ഇളയന്മാരാണ് ആ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് മൂട്ട ശല്യം എങ്ങനെയാണ് അഭിപ്രായം? പറക്കി കൊല്ലുക. ഒരു മരുന്ന് കടന്ന് കണ്ടുപിടിച്ചോണ്ടായിരുന്നില്ല അതിന്റെ. പക്ഷെ പട്ടി രക്ഷപ്പെട്ടല്ലേ, പട്ടിക്ക് ഓക്കെ ആയില്ലേ? പക്ഷെ ആട്ടിന് ക്ലിക്ക് ആയില്ല. ലൈബോയ് സോപ്പിട്ട് കുളിപ്പിക്കുന്ന സുന്ദരായി കുളിപ്പിച്ചില്ലേ? നിങ്ങൾ കുളിക്കണ ഏത് സോപ്പിലാണ്? പിന്നെ ആട് വളർത്തുന്ന സ്മെല്ലുണ്ടാവും, ചെറിയ സ്മെല്ലുണ്ടാവും. ഇവിടെ പിന്നെ നമ്മളെ വീടെന്ന് പറയുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒഴിഞ്ഞ ഏരിയയാണ്. നമുക്ക് അത് തോടാണ് കേട്ടോ, തോട്ടിൻ്റെ ഇതുണ്ടാവും, വെള്ളമാണ്, റബ്ബറും തോട്ടമാണ്. അപ്പം നമുക്ക് ഒഴിഞ്ഞ ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ വേറെ ശല്യമൊന്നുമില്ല. ആട് വളർത്താം, വേണേൽ പോത്തിനെ വളർത്താം. ഇപ്പം നമ്മൾ ആട് മാത്രമേ വളർത്തുന്നുള്ളൂ. സുന്ദര തരീമണികളായ ആടുകളെ മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂ. നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആട് വളർത്തുന്നതാണ് നമുക്ക് ലാഭം. ആട് കോഴി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കോഴി മേടിച്ച് വളർത്തണം. പൈസ കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ 25,000 രൂപയല്ലേ? 19 രൂപ. ഇതാണെന്ന് എല്ലാം കൂടെ 10-15 രൂപ ആയില്ലേ? 22 രൂപ. ഇനി മറ്റേ ഇതില്ലേ, മറ്റേ പച്ച സാധനം അടിക്കില്ലേ? ഇനിയിപ്പം ഇപ്പം കിടക്കുന്ന ഇതെല്ലാം ഇപ്പം മാറും. ഇതെല്ലാം മാറി പുതിയ നമ്മൾ ജപ്പാൻ ടെക്നോളജിയിലോട്ട് മാറുകയാണ്. ജപ്പാൻ ടെക്നോളജി നെറ്റൊക്കെ അടിച്ച് എടുത്തിട്ട് അടുത്ത ആഴ്ച തൊട്ട് ഇപ്പം നമ്മൾ ഇതാക്കുകയാണ്. എൻ്റെ പച്ച നെറ്റ് എൻ്റെ ഫാമുകളിലൊക്കെ അടിക്കാൻ നമുക്ക് ഫുൾ അടിക്കുകയാണ്. അങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ആ ആറ് വിൽക്കേണ്ടി വരും. പിന്നെ അതെല്ലാം വില പേശിക്കൊണ്ട് പോയേക്കാം. അപ്പോൾ ആൾ വന്ന് അടിച്ച് എല്ലാം ക്ലിയർ ചെയ്യണം. നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതുപോലൊരു സുന്ദരനായ ഒരു പട്ടി നമുക്ക് കാണാം എപ്പോഴും. ഹലോ, നമസ്കാരം. അതെ, ഇതിനൊക്കെ ഒരാൾ നമുക്ക് എപ്പോഴും വേണം. കാരണം ആട്ടുംകുട്ടികളൊക്കെ ഉള്ളതാണ്. എപ്പോഴാണ് അമ്മമാർ വന്ന് കയറി പിടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പട്ടി എപ്പോഴും ഉള്ള നല്ലതാണ്. കാരണം ഒരു പട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, വീട്ടിൽ വഴി നോക്കി ഉണ്ടെങ്കിൽ വേറെ വഴി നോക്കിയാൽ വന്നാൽ അറിയാൻ പറ്റും. ഒരു പ്രത്യേക സാഹചര്യത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ ഉണ്ടാകുന്നതാണ്. ഇത് ഒരു സാധനം മേടിക്കാൻ പറയും. പോയിട്ട്